മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമാവുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാർ. നേരത്തെ 24 മണിക്കൂറും രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിച്ചിരുന്ന ഈ ആശുപത്രി ഇടക്കാലത്ത് മുഴുനീള പ്രവർത്തനം തടസ്സപ്പെടുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിച്ചു വരുന്ന ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാവുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി പേർക്ക് വർഷങ്ങളോളം ആശ്വാസ കേന്ദ്രമായിരുന്നു ഈ സ്ഥാപനം. 24 മണിക്കൂറും രോഗികൾക്ക് ചികിത്സ ലഭ്യമായിരുന്ന ഒരു ആതുരാലയമായിരുന്നു ഇത്. ഒട്ടേറെ പ്രസവങ്ങളും ദിനംപ്രതി ഇവിടെ നടന്നിരുന്നു. കിടത്തി ചികിത്സയും ഇവിടെ ലഭ്യമായിരുന്നു. മുൻമന്ത്രി ഡോക്ടർ എം കെ മുനീർ അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ഹൗസ് സർജൻസ് സേവനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഇതിൻ്റെ മുഴുനീള പ്രവർത്തനം തടസ്സപ്പെടുകയും നിർധനരായ രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഇതിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ഏറെ ദുഃഖിതരായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളുടെ വലിയ തിരക്ക് കുറച്ചുകൊണ്ടുവരുന്നതിന് ചെറുപ്പ ആശുപത്രി വികസിപ്പിക്കുന്നതിലൂടെ സാധ്യമാവും. അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഇവിടെ ധാരാളമുണ്ട്. 6 ഏക്കറിലധികം വരുന്ന ഭൂമിയും ചെറുപ്പ ആശുപത്രിക്ക് സ്വന്തമായുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആശുപത്രി സന്ദർശിച്ച MA റസാഖ് മാസ്റ്റർ ആശുപത്രിയുടെ ശോച്യാവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. MLA ആയതിനു ശേഷം ആശുപത്രിയുടെ സമൂല പുരോഗതിക്കായി വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. നിയമസഭയിൽ ഈ വിഷയം അദ്ദേഹം ഉന്നയിക്കുകയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ജൂലൈ 4 കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മന്ത്രി പ്രത്യേക യോഗം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി MLAയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീജയനും ചെറുപ്പ ആശുപത്രി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സന്ദർശനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.